എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ഹൈദരാബാദ് യാത്ര നടത്തുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒപ്പം 3 ദിവസത്തേക്കാണ്. IRCTCയുടെ പാക്കേജാണ് നമ്മൾ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നത്. ഇത് പല ടൂറ് പോയിട്ടുണ്ടെങ്കിലും ഇവരുടെ പാക്കേജ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റി. ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന ഈ ഒരു ഫ്രെയിം നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ലെങ്കിൽ ആ യാത്രയ്ക്ക് തന്നെ ഒരു സുഖമില്ല. അതാണ് ആ ഫ്രെയിമിൻ്റെ പ്രത്യേകത. എയർപോർട്ടിൽ വലിയ ആൾക്കാരൊന്നും ഇല്ല, തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നേരെ നമ്മുടെ കഫറ്റീരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു എയർപോർട്ട് ലോഞ്ചുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? നമ്മളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. എന്നാൽ എനിക്കതില്ല. അതുകൊണ്ട് തന്നെ നല്ല കാശ് കൊടുത്ത് തന്നെ ഫുഡ് വാങ്ങിച്ച് കഴിക്കേണ്ടി വന്നു. ട്രാവൽ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും വെജാണ് പ്രിഫർ ചെയ്യുന്നത്. ആ കിടക്കുന്ന ഇൻഡിഗോയിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. പതുക്കെ വിമാനം ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഈ പുറകിലിരിക്കുന്ന അങ്കിൾമാരൊക്കെ ഞങ്ങളുടെ പാക്കേജിലുള്ളവരാട്ടോ. അതെനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. എയർ ഹോസ്റ്റസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ടേക്ക് ഓഫ്. ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത 2 ഷോട്ടുകളാണ്. കുറച്ചു ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച നല്ല രസമായിരുന്നു. മലമുകളിലെ ആ ആകാശ കാഴ്ച. കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ ഹൈദരാബാദ് എത്തി. 1 മണിക്കൂർ 25 മിനിറ്റ്. നമ്മളിതേ ലാൻഡ് ചെയ്യാൻ പോവുക. ഇതിനു മുമ്പ് ഞാൻ ഹൈദരാബാദ് ഒരു തവണ വന്നിട്ടുണ്ട്. അത് ജൂബിലി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ജോലിപരമായിട്ട് ഞാൻ ഒരാവശ്യത്തിന് വന്നതാണ്. പക്ഷെ അന്നൊന്നും കാണാൻ പറ്റിയില്ല. കറക്റ്റ് വരുന്നു, ഓഫീസിലേക്ക് പോകുന്നു, പിന്നെ ഫുൾ ടൈം അവിടുത്തെ ഒരാളുടെ കൂടെ ആയിരുന്നു. വൈകുന്നേരം തിരിച്ച് റൂമിലേക്ക്, പിറ്റേ ദിവസം അങ്ങനെ തന്നെ നേരെ എയർപോർട്ട്, തിരിച്ച് കൊച്ചി. അതുകൊണ്ട് ഒരു കാഴ്ചയും കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ തവണ എന്തായാലും കാഴ്ചകൾ മാത്രം കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അതായത് മാക്സിമം എൻജോയ്മെൻറ്റ്. ഈ ബസ്സുണ്ടല്ലോ, നമ്മളെ പ്ലെയിൻ്റെ അടുത്ത് നിന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു നീല വണ്ടിയില്ലേ ഇൻഡിഗോയുടെ, ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം വന്നതാണ്. കാരണം തൊട്ട് മുമ്പുള്ള ബസ് കംപ്ലീറ്റ് ഫുള്ളായി. ഞങ്ങൾക്ക്, എനിക്കും പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി മാത്രമായിട്ട് ഇതാ ഇൻഡിഗോയുടെ ഒരു ബസ്. ഒരു രാജകീയമായ ഒരു ഫീല് തോന്നി നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ആ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ വിമാനമൊക്കെ കണ്ട് നല്ല സ്റ്റൈലായിട്ട് വരുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നല്ല ചൂടാകട്ടോ ഈ സമയത്ത്, അത് മറക്കരുത്. അതുപോലെ തന്നെ എൽഡേഴ്സ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനൊരു വണ്ടി കിട്ടും, കാശൊന്നും കൊടുക്കണ്ട. ഇത് നേരെ നമ്മുടെ ബാഗേജ് ഏരിയയിലേക്ക് ഈ വണ്ടി നമ്മൾ എത്തിച്ചേരും. നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് ബാഗേജ് ഏരിയയിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. ഇതാണ് ഹൈദരാബാദിലെ നമ്മുടെ ഗൈഡ് മലർക്കൊടി മണി. ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട് മൂന്നാറാണ്, പക്ഷെ വർഷങ്ങളായിട്ട് ഹൈദരാബാദ് സെറ്റിൽഡാണ്. എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ഹൈദരാബാദ് സിറ്റി എത്തിയപ്പോഴേക്കും ഉച്ചയായി. ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി യാത്ര. ഇതാണ് ശ്രീ രാമാനുജർ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്നും അറിയപ്പെടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇരിക്കുന്ന ഉയരമുള്ള സ്റ്റാച്ചു ആണിത്. ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 216 അടി ഉയരമാണ് ഈ സ്റ്റാച്ചുവിനുള്ളത്. ഫെബ്രുവരി 2022 പബ്ലിക്കിന് ഇത് ഓപ്പണാക്കി കൊടുത്തത്. എല്ലാ ദിവസവും ഓപ്പണാണ്. രാവിലെ 9 മുതൽ രാത്രി 8 വരെ. ചില ദിവസങ്ങളിൽ 8:30 വരെയും ഇത് ഓപ്പണാണ് പബ്ലിക്കിന്. നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാൻ പ്രവേശനമില്ല. ഈ കാണുന്ന ഏറ്റവും ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞാൽ ആ റെഡ് ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഫോണും നമ്മളുടെ സ്ലിപ്പേഴ്സ് എല്ലാം നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത്. എന്നിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. മൊബൈൽ ഫോൺ കയ്യിലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ ഫുട്ടേജസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് വീണ്ടും ബസ്സിനടുത്തേക്ക്. ഒരു തൊപ്പി കൈ കരുതുന്നതിനെക്കാട്ടും നല്ലത് കുട തന്നെയാട്ടോ. കാരണം തൊപ്പി കൊണ്ട് നമുക്ക് ഈ വെയിലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നമ്മളിനി കാണാൻ പോകുന്നതാണ് മനോഹരമായ ഗോൽക്കൊണ്ട ഫോർട്ട്. 11th സെഞ്ച്വറിയിലുള്ള ഈ ഹൈദരാബാദിൻ്റെ വെസ്റ്റേൺ ഔട്ട്സ്കേർട്സിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നേരെ കാണുന്ന കവാടത്തിൻ്റെ വാതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനകത്ത് മുൾമുന പോലെ കണ്ടിട്ടില്ലേ? അത് ആനകളെ കൊണ്ട് ഈ കവാടം ഇടിച്ച് തുറക്കാൻ നോക്കുകയാണെങ്കിൽ ആനകളുടെ നെറ്റിയിൽ അത് ഒന്ന് തറയ്ക്കാനായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വാതിലിൻ്റെ പുറകിൽ തിളച്ച എണ്ണ ഒഴിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആനകൾക്കോ മനുഷ്യർക്കോ മറ്റൊന്നിനും അത്ര എളുപ്പത്തിൽ ഈ കവാടം തുറക്കാൻ സാധിക്കില്ല. ഇവിടെ നേരെ കയറി വരുമ്പോൾ ഈ ഹോള് പോലെ കണ്ടില്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് വരെ കേൾക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ആരെങ്കിലും ഈ കവാടം വഴി അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇവിടുത്തെ ഭടന്മാർ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ശബ്ദം എത്തും, എല്ലാവർക്കും അറിയാനും സാധിക്കും. നമ്മളുടെ ഗൈഡ് മലർക്കൊടി മണി അദ്ദേഹം ഈ കവാടത്തിൻ്റെ വാതിലിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരെ വരുമ്പോൾ ഈ ഇടതേ വശത്ത് കാണുന്ന ഈ ഒരു കുഴിയുണ്ടല്ലോ, അവിടെ വെച്ചാണ് ഈ തിളച്ച എണ്ണ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എപ്പോഴും ഒരു ഗൈഡായിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞ് വരുന്നതാണ് ഏറ്റവും നല്ല സമയം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ സമയത്ത് പോലും എത്ര ആൾക്കാരാണ് ഇവിടെ കാണാൻ വന്നിരിക്കുന്നത്. ഹൈദരാബാദിലെ വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് പാലസ് ആണ് ഗോൽക്കൊണ്ട പാലസ്. ഇവിടെ നിടത്തോട്ട് നോക്കിക്കഴിയുമ്പോൾ നേരെ അങ്ങ് അറ്റത്തൊരു എൻട്രൻസ് പോലെ കണ്ടില്ലേ? നമ്മൾ ആ പരിസരത്തോട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാ സൈഡിലും പാലസിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല. അപ്പോൾ തന്നെ ക്ഷീണിച്ച ആൾക്കാർ അവിടെ ഇവിടെ ഇരിക്കാൻ തുടങ്ങി. കാരണം ഒരു പാലസ് എന്ന് പറയുമ്പോൾ എൻട്രൻസിൽ നിന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ ആ ഒരു ഡിസ്റ്റൻസ് തന്നെ ഒരുപാടുണ്ട്, നമുക്ക് ഒട്ടും പറ്റാതാവും. പക്ഷെ നമ്മളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്നറിയോ? നമ്മളുടെ ഗൈഡ് മണിച്ചേട്ടൻ, പുള്ളിക്കാരൻ്റെ എക്സ്പ്ലനേഷൻ അടിപൊളിയാണ്. ഇവിടെയാണ് കുതിരകളെ കൊണ്ട് കെട്ടുന്നത്. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഇപ്പം ഇത്രയും വെയിലുണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഭയങ്കര തണുപ്പാണ്. ഇവിടെ 2 അമ്പലങ്ങളാണ് ഉള്ളത്. ഒന്ന് എൻ്റെ തൊട്ട് പുറകിലുള്ള ആ ചെടിയുടെ അടിയിൽ 2 കല്ലൊക്കെ വെച്ച് ചെറിയൊരു അമ്പലം പോലെ. പിന്നെ ഉള്ളത് മുകളിൽ ശരിക്കും ഒരു അമ്പലമായിട്ട് തന്നെ പണിതിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജാക്കന്മാർ മുസ്ലിം ആണെങ്കിലും അവരുടെ ഭാര്യമാർ ഹിന്ദു ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവിടെ അമ്പലം വരാൻ കാരണം. കാരണം എൻ്റെ പുറകിൽ 2 കല്ല് പോലെ ഉണ്ടില്ല അമ്പലത്തിൻ്റെ അവിടെ, അതൊരു പ്രതിഷ്ഠ പോലെ അവർ വെച്ചിരിക്കുക. നേരം കുറച്ചൊക്കെ വൈകുന്നേരമായി തുടങ്ങിയപ്പോൾ ചെറിയൊരു ആശ്വാസം ചൂടിനുണ്ട്. നമ്മുടെ ഈ മണിച്ചേട്ടൻ നമ്മളെ കൊണ്ടുപോകുന്നത് കുറച്ച് ലോങ് കട്ടായിട്ടാണ്. സ്ട്രെയിറ്റ് ഒരു കയറ്റമുണ്ട്, അത് കയറാതെ ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കധികം ക്ഷീണവും അറിയത്തില്ല, ആൾക്ക് ഓരോ പോയിൻറ്റും പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് വലിയൊരു ക്ഷീണമില്ലാതെ അങ്ങ് പോകാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഈ സ്റ്റെപ്പുകൾ കണ്ടില്ലേ? ഇവിടെ നിന്നാണ് ശരിക്കുള്ള കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു എൻട്രൻസ് വേണമെങ്കിൽ പറയാം. ഇതുവരെ നമ്മൾ നടന്നതൊക്കെ ആ ബേസ് ഏരിയയിലാണ്. ഇനിയാണ് നമ്മൾ മുകൾ ഭാഗത്തോട്ട് കയറാൻ പോകുന്നത്. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നില്ലേ? അതൊക്കെ അവർ അമ്പലത്തിൻ്റെ ആ പൂജിച്ച മഞ്ഞളും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെയാണ് ഈ സ്റ്റെപ്പുകളിൽ അവർ തേച്ചിരിക്കുന്നത്.
നേരെ ബാക്കിലായിട്ട് ഹൈദരാബാദ് സിറ്റിയുടെ നല്ല മനോഹരമായൊരു വ്യൂ കാണാം. ഹൈദരാബാദ് സിറ്റിയൊക്കെ ഇപ്പോൾ വന്നതാണല്ലോ. പണ്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് വളരെ ദൂരെ വരെ ഇതിൻ്റെ മേളിൽ കയറിയിരുന്ന നന്നായിട്ട് കാഴ്ച കിട്ടാൻ ഭടന്മാരെ രാജാവിനൊക്കെ സഹായിച്ചിരുന്നു. അതങ്ങനെ അവർ ചെയ്യുള്ളല്ലോ, കാരണം ശത്രുക്കൾ ഏത് ദിശയിൽ നിന്ന് എത്ര ദൂരെ നിന്ന് വന്നാലും നേരത്തെ അറിയാൻ പറ്റണമല്ലോ. ആ രീതിയിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു വലിയ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു. നമ്മൾ ഏറ്റവും മുകളിലേക്ക് ഇപ്പോൾ എത്തും നമുക്ക് തോന്നും, പക്ഷെ ഇപ്പോഴൊന്നും നമ്മളെത്തില്ല. ഇനിയും കുറേ നടക്കാനുണ്ട്. പിന്നെ ഒരു ആശ്വാസം, വെയിലൊക്കെ ഒന്ന് മാറി നമ്മൾ കയറ്റം കയറും തോറും നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗോപ്രോയും ക്യാമറാസും അലൗഡ് അല്ല. നമുക്ക് മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. പിന്നെ കുടിക്കാൻ വെള്ളം കയ്യിൽ കരുതുന്നതും കുഴപ്പമില്ല. നമുക്കറിയാവുന്നതും നമ്മൾ കണ്ടുപിടിക്കാത്തതുമായ എത്ര വഴികളും സ്ഥലങ്ങളും ഇവിടെ ഉള്ളത്. ഇതൊക്കെ പണ്ട് എത്രമാത്രം അവർ ആലോചിച്ചായിരിക്കും ഒരു കൊട്ടാരമൊക്കെ നിർമ്മിച്ചിരിക്കുക. അന്നത്തെ കാലത്ത് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഈ കൊട്ടാരത്തിൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് മുറികളും അതുപോലെ തന്നെ ഒരുപാട് വഴികളും രഹസ്യമായിട്ടും ഉള്ള തുരങ്കങ്ങളുമൊക്കെ കൊട്ടാരത്തിലുണ്ട്. കുറേയൊക്കെ നമുക്ക് പബ്ലിക്കിന് ഓപ്പണാണ്. നമ്മൾ വന്ന വഴിയൊന്നും ക്ലോസ്ഡ് അല്ല, കാരണം നമ്മുടെ ഗൈഡ് മണിച്ചേട്ടൻ കറക്റ്റായിട്ട് തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ വന്ന വഴിയൊക്കെ നമുക്കൊരു തടസ്സം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ഫസ്റ്റ് ഒരു പോയിന്റിലെത്തി. ഇനിയും ഉണ്ട് കുറച്ച് കയറാൻ. ഈ പോയിന്റിൽ നിന്ന് തന്നെ നല്ല കാറ്റും അത്യാവശ്യം നല്ല തണുപ്പും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭംഗി ഭയങ്കര കേട്ടോ. നമ്മളത് കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ ഒരു 4:1 പോലും ക്യാമറയിൽ പകർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരമായതും നമ്മൾ നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലവും കൂടിയാണിത്. അത്രയും ഭംഗിയാണ്. നല്ല ഭയങ്കര മനോഹരമായൊരു കാഴ്ചയാണ് വൈകുന്നേരം, പ്രത്യേകിച്ച് ആ സൺസെറ്റിന് തുടക്കമൊക്കെ ആകുമ്പോഴേ. ഈ എൻട്രൻസ് ആണ് നമ്മൾ നേരത്തെ ദൂരെ താഴേന്ന് കണ്ടത്. ഈ വഴിയാണ് നമ്മളിനി ഏറ്റവും മുകളിലേക്ക് നമ്മുടെ യാത്ര തുടരുന്നത്. എൻ്റെ തൊട്ട് പുറകെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അമ്പലം. മഹാകാളി ടെമ്പിൾ എന്നാണ് അതറിയപ്പെടുന്നത്. കാളിയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് എൻ്റെ അറിവ്. നേരെ പുറകിലൊരു പള്ളിയും കണ്ടോ. എൻ്റെ തൊട്ട് മുമ്പിൽ അമ്പലവും നേരെ പുറകിൽ പള്ളിയും. ഈ പള്ളി മോസ്ക് ഓഫ് ഇബ്രാഹിം എന്നറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രാജാവിൻ്റെ ഭാര്യ ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ് ആ അമ്പലം അവിടെ വന്നത്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നതാണ് ഏറ്റവും മുകളിലോട്ട്, അതായത് ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ. ഇവിടെയാണ് രാജാവ് പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ അതുപോലെ തന്നെ ഡാൻസ് പാട്ട് ഒക്കെ നടത്തുന്നത് ഈ ഏറ്റവും മുകളിലത്തെ ഏരിയയിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരം ഫുൾ കാണാം എന്ന് മാത്രമല്ല, കൊട്ടാരം കഴിഞ്ഞുള്ള ഒരുപാട് ദൂരെ തന്നെ ശത്രുക്കൾ വരികയാണെങ്കിൽ നമുക്കിവിടുന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആ കൊട്ടാരത്തിൻ്റെ മുകളിലെ ഏറ്റവും മനോഹരമായ ആ കാഴ്ച. അങ്ങനെ ഇന്നത്തെ കാഴ്ച ഇവിടെ കഴിഞ്ഞു. ഇനി ഹൈദരാബാദിൻ്റെ മനോഹരമായ മറ്റ് കാഴ്ചകൾ കാണാനായിട്ട് നാളെ രാവിലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.